വചനം ഉദ്ധരിച്ചുകൊണ്ട് 17 മുതലുള്ള വചനങ്ങള് പത്രോസ്ലീഹ പ്രസംഗിക്കുന്നത് ഇങ്ങനെയാണ്. ജോയേൽ പ്രവാചകൻ പറഞ്ഞത് ഇതാണ്: ദൈവം അരുളി ചെയ്യുന്ന അവസാന ദിവസങ്ങൾ എല്ലാ മനുഷ്യരുടെ മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എന്റെ ദാസന്മാരുടെയും ദാസികളുടെയും മേൽ ഞാൻ എന്റെ ആത്മാവിനെ വർഷിക്കും. അവർ പ്രവചിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമുക്ക് ആത്മാവിനെ സ്വീകരിക്കാൻ വേണ്ട കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി അവിടെ പറഞ്ഞിട്ടുണ്ട്. അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ദാസന്റെ മനോഭാവം, എളിമയുടെ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ വരണം. കർത്താവ് പറയുന്നുണ്ട് മർക്കട മുഷ്ടിക്കാരെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ചിലപ്പോൾ നമ്മളെ അഭിസംബോധന ചെയ്യുന്നൊരു വചനഭാഗം നമുക്കറിയാം. എന്ന് പറഞ്ഞാൽ കൊരങ്ങനെ പോലെയാണ് നമ്മൾ ചിലപ്പോ. മർക്കട മുഷ്ടി എന്ന് പറഞ്ഞാൽ കൊരങ്ങനെ എങ്ങനെയാ? പിടിച്ചത് വിടത്തില്ല, ക്ഷമിക്കാൻ തയ്യാറല്ല, വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അതുപോലെ നമ്മൾ നിൽക്കുക. ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് എന്താ? എന്റെ ദാസന്മാരുടെയും ദാസിമാരുടെ മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നമുക്ക് എളിമയുണ്ടാകണം, വിനയമുണ്ടാകണം, ദാസീദാസന്റെ മനോഭാവം ഉണ്ടാകണം. എങ്കിൽ മാത്രമേ ദൈവാനുഗ്രഹം ഉണ്ടാവുകയുള്ളൂ. അപ്പോഴാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്ന് നിറയുന്നത്, അല്ലെങ്കിൽ ആത്മാവിന്റെ അഭിഷേകത്തിൽ നമ്മൾ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്നത്. ഈ ഒരു വലിയ ആത്മീയ അനുഭവത്തിലേക്ക് നമ്മൾ വരുന്നത്. അതിന് ഒത്തിരി കാര്യങ്ങൾ ഇന്നലെ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ കണ്ടതാണ്. അഹങ്കാരത്തിന്റെ മേഖലകളെ കണ്ടു. അപ്പൊ നമ്മൾ വിനയത്തിലേക്ക് വരണം, എളിമയിലേക്ക് വരണം, ദാസന്റെ മനോഭാവം ഉണ്ടാകണം. ഓർക്കുന്നൊരു എന്റെ കൂട്ടത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു സഹോദരൻ പങ്കുവച്ചൊരു കാര്യം. അമേരിക്കയിൽ ധ്യാനിപ്പിക്കാൻ വേണ്ടി പോയപ്പോ അവിടെ ഇങ്ങനെ ഒരു ധ്യാനം കഴിഞ്ഞിട്ട് അടുത്ത ധ്യാനത്തിന് ഒരാഴ്ചത്തെ ഗ്യാപ്പുണ്ട്. വീക്കെൻഡുകളിലാണ് ധ്യാനം. അപ്പോ ഒരു പള്ളിയിലെ ധ്യാനം കഴിഞ്ഞപ്പോ അവിടെ കൗൺസിലിങ്ങിനും പ്രാർത്ഥനയ്ക്കും ഒക്കെ വന്ന് താല്പര്യമുള്ള ഒരു കുടുംബത്തില് അവിടെ അച്ഛന്മാരുടെ അവിടെ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ആ വീട്ടിൽ താമസം ഒരുക്കി അവരവിടെ കൂട്ടിക്കൊണ്ടുപോയി. വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ക്രമീകരിച്ചു. എന്നിട്ട് പിറ്റേ ദിവസം അവർ പറഞ്ഞു, അന്ന് രാത്രി പറഞ്ഞു പിള്ളേർക്ക് സ്കൂൾ അവധിയാണ്, പിറ്റേ ദിവസം അവർക്ക് ജോലിക്ക് പോകണം. അപ്പൊ അവര് രാവിലെയുള്ള ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും ഒക്കെ റെഡിയാക്കി വെക്കും. ഉച്ചയ്ക്കത്തേക്കുള്ള ഇതൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ചൂടാക്കി കഴിച്ചോളാം, ഒരു കുഴപ്പമില്ല. ബ്രേക്ക്ഫാസ്റ്റ് പ്രശ്നമില്ല, എന്തെങ്കിലും ഒക്കെ കിട്ടിയാൽ മതി. ഈ നമ്മുടെ ഇവിടുത്തെ ബ്രെഡും എന്താ പറയുന്നത് അതിന്റെ മുകളിൽ ഇങ്ങനെ നമ്മള് പൈസയൊക്കെ അടിച്ച് ക്രീമൊക്കെ ഇട്ട് നമ്മൾ അങ്ങനെയൊക്കെ കുഴിച്ച് കഴിച്ചോളാം, അങ്ങനെ നിർബന്ധമൊന്നുമില്ല. അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ അവര് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല, എല്ലാ ക്രമയുണ്ട്. എന്നിട്ട് പറഞ്ഞു ഭക്ഷണമൊക്കെ എടുത്ത് കഴിച്ചോണം, റെസ്റ്റ് എടുത്തോണം എന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചു. പക്ഷെ അവർ ഒരു കാര്യം പറഞ്ഞു, ഒന്ന് സൂക്ഷിച്ചേക്കണം, ഞങ്ങളുടെ പിള്ളേർ ഇച്ചിരി വില്ലന്മാരാണ്, 2 ആമക്കളാണ്. അപ്പൊ അതുകൊണ്ട് അവരെ ഒന്ന് സൂക്ഷിച്ചേക്കണം, അവർ ഇച്ചിരി കോമാളികളാണ്, അതുകൊണ്ട് ഒന്ന് സൂക്ഷിച്ചോണം. അവർ ചിലപ്പോൾ വയലന്റ് ആകും, അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ കല്ലെടുത്തെറിയും, ഇങ്ങനെയൊക്കെയുള്ള ചില വികൃതരങ്ങൾ അവർക്കുണ്ട്, അതുകൊണ്ടൊന്ന് സൂക്ഷിച്ചു നോക്കണം. അതേ പറഞ്ഞാൽ ഒന്നും കുഴപ്പമില്ല, പിള്ളേരല്ലേ, പിള്ളേരെയൊക്കെ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിന്നു. പിറ്റേ ദിവസം രാവിലെ ലേറ്റ് ആയിട്ട് എഴുന്നേറ്റ്, കാരണം ക്ഷീണം കൊണ്ടാണല്ലോ, വൈകുന്നേരത്തെ കുർബാനയ്ക്ക് പോയാൽ മതി. അപ്പം ലേറ്റ് ആയിട്ട് എഴുന്നേക്കാൻ നോക്കുമ്പോൾ ഈ പിള്ളേർ രാവിലെ എഴുന്നേറ്റിട്ട് ഇവർ രണ്ടുപേരും കൂടെ കുർബാന ചെല്ലുവാണ്. പിള്ളേരൊക്കെ നമ്മൾ ചെറുപ്പത്തിലൊക്കെ ചെല്ലുന്ന പോലെയാണ്. അന്ന് ആ പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോലെന്നൊക്കെ പറഞ്ഞിങ്ങനെ അവരിങ്ങനെ കുർബാന ചേട്ടൻ അച്ഛനായിട്ട് കുർബാന, അനിയൻ കപ്പ്യാരായിട്ട് ശുശ്രൂഷയായിട്ടൊക്കെ നിന്ന് ഇങ്ങനെ കുർബാനയില്ല. അങ്ങനെ കുർബാന ചെല്ലുന്നു. അവസാനം ഈ കുദാശ വചനങ്ങൾ ഉരുവിടുന്നു, ഇതെന്റെ ശരീരമാകുന്നു എന്നൊക്കെ പറഞ്ഞുള്ള ആ ഭാഗമൊക്കെ ചൊല്ലി കഴിഞ്ഞിട്ട് ഈ ഇവനിങ്ങനെ വചനഭാഗമൊക്കെ എടുത്തിട്ട് അവൻ ആദ്യം ആ കുദാശയ്ക്ക് മുമ്പ് വചനത്തിന്റെ ഒരു വിശദീകരണം പ്രസംഗമൊക്കെ നടത്തി. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം കുദാശ വചനത്തിന്റെ സമയത്ത് ബെല്ലടിക്കണം. ഇവൻ അനിയൻ ബെല്ലടിക്കുന്നില്ല, അടിയണം ആ ബെല്ലെന്നൊക്കെ പറഞ്ഞ് അവനെ കൊണ്ട് ബെല്ലൊക്കെ അടിപ്പിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് കുർബാനയെല്ലാം കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേനും ഇവരെ കണ്ടുമുട്ടിയപ്പം നിങ്ങൾ കുർബാന ചെല്ലുന്നൊക്കെ കേട്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോ മൂത്തവൻ ചോദിക്കുകയാണ്, എന്നിട്ട് എന്തേ കൂടാൻ വരാഞ്ഞ് എന്നൊക്കെ പറഞ്ഞ് അവന് വലിയ ഗൗരവഭാവത്തിലാണ്. അപ്പോ അതെല്ലാം കുഴപ്പമില്ല, ഞാൻ വൈകുന്നേരം കുർബാനയ്ക്ക് പോകുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് അത് അവരെ പിള്ളേരെ ചേർത്ത് പിടിച്ചൊക്കെ അങ്ങനെ കൊണ്ടുപോയി. കുറച്ച് കഴിഞ്ഞപ്പോ ഈ അനിയൻ കൊച്ച് എന്നിട്ട് പറയാണ്, അങ്കിളെ ഒരു കാര്യം ചെയ്യാമോ, എന്റെ ചേട്ടനോട് ഒരു കാര്യം പറയണം. ഞാൻ കുറെ നാളായി ഇവന്റെ കൂട്ടത്തിൽ ഇങ്ങനെ കപ്പ്യാരായിട്ട് നിൽക്കുകയാണ്, ശുശ്രൂഷയായിട്ട്. എനിക്ക് ഒരു ദിവസം ഒന്ന് അച്ഛനാണ്, അവനോടൊന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കണം. അപ്പൊ ആ ടാസ്ക് ഏറ്റെടുത്തു. ചേട്ടനെ വിളിച്ചു. ചേട്ടൻ പയ്യനെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ മോനെ, നിന്റെ അനിയൻ ഒരു ആഗ്രഹം തോന്നിയാ സാധിച്ചു കൊടുക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്ത? അതെന്റെ ഉത്തരവാദിത്തം, ഞാൻ ചേട്ടനല്ലേ. അപ്പൊ അവനൊരു ആഗ്രഹമുണ്ട്, നീ സാധിച്ചു കൊടുക്കും. പിന്നെ സാധിച്ചു കൊടുക്കും, തീർച്ചയായിട്ടും സാധിച്ചു കൊടുക്കും. എന്താണ് ആഗ്രഹം പറയാൻ പറഞ്ഞു. അപ്പൊ പറഞ്ഞു, അവനൊന്ന് അച്ഛനാകണം, അതാണ് അവന്റെ ഒരു ആഗ്രഹം. കുർബാന ചെല്ലണം, അവന് ചെല്ലുമ്പോ അവനൊന്ന് അച്ഛനാകണം. അതിനെന്താ കുഴപ്പം?
ഇന്നു മുതൽ അവൻ അച്ഛൻ, ഞാൻ മെത്രാൻ. അതായിരുന്നു ആ കുടുംബത്തിലെ പ്രശ്നം. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നം അത് തന്നെയായിരുന്നു. അവരിൽ ആരാണ് മെത്രാൻ അല്ലെങ്കിൽ ആരാണ് അച്ഛൻ എന്നുള്ള പ്രശ്നം വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. നമ്മൾ എളിമപ്പെടാൻ തയ്യാറല്ല. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നം. അങ്ങനെയുള്ള ജീവിതാവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ദൈവാനുഗ്രഹം എങ്ങനെ പ്രാപിക്കുക? അതാ കുടുംബത്തിൽ ആ പിള്ളേരിലേക്കും അവരുടെ ആ സ്വഭാവത്തിന്റെ വൈകല്യങ്ങളൊക്കെ ആ മക്കളിലേക്കും വന്ന് അവരും അങ്ങോട്ട് വിട്ടുകൊടുക്കാത്ത തലമുറയിലേക്ക് ആവർത്തിക്കപ്പെടുന്ന ദുരന്തമായിട്ട് മാറുകയാണ്. ഇതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, ഇതിലൊരു വലിയ മാറ്റത്തിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. ഈ നിമിഷങ്ങളില് ദൈവസന്നിധിയില് ദൈവത്തിന്റെ വലിയ ഒരു നിറവ് നമുക്ക് ലഭിക്കാൻ, ആത്മാവിന്റെ അഭിഷേകത്തിലേക്ക് വരാൻ വേണ്ടി നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് ഈ കേട്ട വചനങ്ങളുടെ വെളിച്ചത്തിൽ ഇനി മുന്നോട്ട് നമുക്ക് ആത്മാവിൽ നിറയണം. തടസ്സങ്ങളെല്ലാം മാറണം. നിങ്ങൾ എല്ലാവരും കുമ്പസാരിച്ചിട്ടാണ് വന്നിരിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇനി പാപത്തിന്റെ മേഖല, വെറുപ്പിന്റെ മേഖല, ഈ മേഖലയിൽ ആരോടെങ്കിലും നമുക്ക് ക്ഷമിക്കാനുണ്ടെങ്കിൽ അവരുമായിട്ട് രമ്യതപ്പെടാൻ ഇപ്പോൾ നിങ്ങൾ തീരുമാനമെടുക്കുക. എന്നിട്ട് അവരെ കാണുമ്പോൾ എത്രയും പെട്ടെന്ന് അവരെ കണ്ട് രമ്യതപ്പെടുക. ദൂരെയുള്ളവരാണെങ്കിൽ ഫോൺ വിളിക്കുക, സംസാരിക്കുക. ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുക. കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞ് ഈ പാപത്തിനൊരു മോചനം കിട്ടാൻ വേണ്ടി ഇപ്പോൾ തന്നെ തീരുമാനം എടുക്കുക. ദൈവം അനുഗ്രഹിക്കും. അവിടെ ഏറ്റവും അടുത്ത ദിവസം ഞാൻ കുമ്പസാരിച്ച് ഏതെങ്കിലും വ്യക്തികള് ക്ഷമിക്കാനുണ്ടെങ്കിൽ, അവര് ചിലപ്പോ നമ്മൾ ഉപദ്രവിച്ച് നമ്മൾ മാപ്പ് ചോദിക്കേണ്ടതാണെങ്കിൽ നമ്മൾ ചോദിക്കണം. ഇത് നമ്മളേതല്ലാത്ത കാരണം കൊണ്ട് അവർ നമ്മൾ ഉപദ്രവിച്ചതാണെങ്കിൽ അവരോടും മാപ്പ് ചോദിക്കണം. ആ മേഖലയിൽ ഒരു വിടുതലിനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഒരു നിമിഷം ഒന്ന് കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് ഏതാനും നിമിഷങ്ങൾ ഒരു പാട്ടൊക്കെ പാടി നമുക്ക് ദൈവത്തെ ഒന്ന് ആരാധിച്ച് സ്തുതിക്കാം. എല്ലാവരും കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ദൈവമേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ നന്ദി, ഈശോയേ നന്ദി, ഈശോയേ നന്ദി, ഈശോയേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ ആരാധിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ, ഈശോയേ കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ഉപേക്ഷിക്കുന്ന കർത്താവേ, അഹങ്കാരം എടുത്ത് മാറ്റണമേ. എളിമയുടെ തലത്തിലേക്ക് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും ഇപ്പോൾ മൈക്ക് മ്യൂട്ട് ചെയ്തുകൊണ്ട് ജോജോ ബ്രദർ പാടുമ്പോ ആ മകനോടൊപ്പം ചേർന്ന് പാടാം. വലിയൊരു അഭിഷേകം നമുക്ക് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ആത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി, വിടുതലിന് വേണ്ടി ആഗ്രഹിച്ച് ഒന്ന് ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. ഈ ഗാനത്തോട് നമ്മൾ ചേരുന്നു. നമ്മൾ എല്ലാവരും നമ്മളായിരിക്കുന്നിടത്ത് നന്നായി പാടി പ്രാർത്ഥിക്കുന്നു. ശുദ്ധീകരിക്കണമേ എന്നെ, ശുദ്ധീകരിക്കണമേ. ആത്മാവാൽ അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ. ശുദ്ധീകരിക്കണമേ എന്നെ, ശുദ്ധീകരിക്കണമേ. ആത്മാവാൽ അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ. എന്നിൽ വളരും കളകൾ നീക്കി ശുദ്ധീകരിക്കണമേ. സ്വർണത്തെ പോൽ അഗ്നിയിലെന്നെ ശുദ്ധീകരിക്കണമേ. ശുദ്ധീകരിക്കണമേ എന്നെ, ശുദ്ധീകരിക്കണമേ. ആത്മാവാൽ അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ. സ്തുതിക്കുന്നു. ഹല്ലേലൂയ, യേശുവേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ബലിപീഠത്തിൽ അഗ്നിയിറക്കി ശുദ്ധീകരിച്ചതുപോൽ ആത്മാവ് വാഴുമെൻ ദേവാലയത്തെ ശുദ്ധീകരിക്കണമേ. ബലിപീഠത്തിൽ അഗ്നിയിറക്കി ശുദ്ധീകരിച്ചതുപോൽ ആത്മാവ് വാഴുമെൻ ദേവാലയത്തെ ശുദ്ധീകരിക്കണമേ. ശുദ്ധീകരിക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ. ആത്മാവാം അഗ്നിയിറക്കി ശുദ്ധീകരിക്കണം. കരങ്ങളെല്ലാം ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഈശോയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അഭിഷേകം വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപ കൊണ്ട് നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. എല്ലാ അധരങ്ങളും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വലിയ കൃപകൾ ഒഴുകുന്ന സമയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. അന്ധകാര ബന്ധനങ്ങൾ പൊട്ടിപ്പോകുന്ന സമയം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സാത്താന്യ ശക്തികൾ തകർന്നു പോകുന്ന സമയം. സ്തുതി ആരാധനയുടെ സമയം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. കൃപ നിറയട്ടെ, കൃപ നിറയട്ടെ, കൃപ നിറയട്ടെ, കൃപ നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശുദ്ധീകരിക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ. ആത്മാവാം അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ. ഒരിക്കൽ കൂടി കരങ്ങളെല്ലാം ഉയർത്തിപ്പിടിച്ച് വലിയ അഭിഷേകത്തോടെ സ്തുതിക്കട്ടെ. എല്ലാ ദൈവമക്കളും അധരം തുറന്ന് സ്തുതിക്കട്ടെ. കൃപകൾ ഒഴുകുന്ന സമയം, അഭിഷേകം വ്യാപരിക്കുന്ന സമയം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ ദൈവമക്കളും സ്തുതിക്കട്ടെ. സ്തുതിയുടെ അഭിഷേകം കൊണ്ട് നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. യേശുവേ ശുദ്ധീകരിക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ. ആത്മാവാ അഗ്നിയിറക്കി ശുദ്ധീകരിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വെറുപ്പിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കുന്ന, പാപമംഗലമായ ജീവിതത്തിൽ ഞങ്ങൾക്ക് വിടുതൽ നൽകുന്ന, ഞങ്ങൾക്കായി കുരിശിൽ മരിച്ച് പാപത്തെ പരാജയപ്പെടുത്തി, പിശാചിനെ പരാജയപ്പെടുത്തി, മരണത്തെ പരാജയപ്പെടുത്തി, പിതാവിന്റെ വലതുഭാഗത്ത് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചുകൊണ്ട് ഇപ്പോൾ ഞങ്ങളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സങ്കീർത്തനം 34:18 വചനം പറയുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് കടാക്ഷിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ നിമിഷങ്ങളിൽ ഹൃദയം ഒന്ന് നുറുങ്ങി പ്രാർത്ഥിക്കാമോ? നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും അപരാധങ്ങളും എല്ലാം തമ്പുരാന്റെ മുമ്പിൽ ഒന്ന് ഏറ്റു പറയാമോ? പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ പെന്തക്കോസ്ത അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിക്കുകയാ. മാളിക മുകളിൽ നിശ്ചയങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ മേൽ ഇറങ്ങിയ പരിശുദ്ധാത്മാവ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സമൂഹത്തിൽ എല്ലാം നിറയാൻ, സഭയിൽ നിറയാൻ ഇതിന് തടസ്സമായി നിൽക്കുന്ന വെറുപ്പിന്റെ മേഖല, നിമ്മതപ്പെടാൻ പറ്റാത്ത മേഖല, ദൈവത്തോടുള്ള വെറുപ്പ്, തന്നെയുള്ള വെറുപ്പ്, വെറുപ്പ്, ഈ പ്രകൃതിയോടുള്ള വെറുപ്പ്, ഈ മേഖലകളിലൊക്കെയുള്ള എല്ലാ
വെറുപ്പും മാറി ഈ ഒരു സ്നേഹത്തിന്റെ ആത്മാവ് നിറയാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് കൊണ്ട് നിങ്ങൾ എന്റെ ശിഷ്യന്മാരാണെന്ന് ലോകമറിയുമെന്ന് ഞങ്ങളോട് പറഞ്ഞ കർത്താവേ, ശത്രുക്കളെ സ്നേഹിക്കാനായിട്ട് ഞങ്ങളോട് പറഞ്ഞ് നിങ്ങളെ സ്നേഹിക്കുന്നവരെ അനുഗ്രഹിക്കുമെന്ന് ഞങ്ങളോട് പറഞ്ഞ കർത്താവേ, അഭിഷേകം ഞങ്ങൾക്കുണ്ടാകട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ഞങ്ങളെ പഠിപ്പിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണെന്ന് വചനം ഞങ്ങളെ പഠിപ്പിക്കുമ്പോ ആത്മാവിനെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇരുനാളിന്റെ മഹാനിരത്തിൽ അവൻ എഴുന്നേറ്റ് നിന്ന് ഉച്ചസ്വരത്തിൽ പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവർ ഒന്ന് കുടിക്കട്ടെ. വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരിവുകൾ ഒഴുകും. കർത്താവേ, ഈ വചനം ഞങ്ങളിൽ ജീവൻ പ്രാപിക്കാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ശുശ്രൂഷയുടെ ആരംഭത്തിൽ ഞങ്ങൾ ധ്യാന വിഷയമാക്കി വെച്ച വചനമാണ്. ഈ വചനം ഞങ്ങളിൽ ഇപ്പോൾ ജീവൻ പ്രാപിച്ച് കർത്താവേ ആത്മാവിൽ നിറയാനായിട്ട് ഇടവരണം. അതിനുവേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. സ്വർഗം തുറക്കണമേ കർത്താവേ, ആത്മാവിനെ വർഷിക്കണമേ, നിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ നൽകണമേ. ഈ ആഗ്രഹത്തോടെ നമുക്ക് പാടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. ആത്മാവ് ഇറങ്ങട്ടെ, തീയായി ഇറങ്ങട്ടെ, നമ്മുടെ മേൽ കത്തി പടരട്ടെ. അതിനായി ആഗ്രഹിച്ച് സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആത്മാവേ, പരിശുദ്ധാത്മാവേ നിറയണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാ തരങ്ങളും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ ആത്മാവേ, സഹായകനേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. റൂഹ 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 റൂഹ. ജീവജലമായി ജീവനേകണേ, അഗ്നിജ്വാലയായി ജ്വലിപ്പിക്കണേ. ജീവജലമായി ജീവനേകണേ, അഗ്നിജ്വാലയായി ജ്വലിപ്പിക്കണേ. കൊടുങ്കാറ്റായി വീശണമേ, ആത്മാഭിഷേകം പകരണമേ. കൊടുങ്കാറ്റായി വീശണമേ, ആത്മാഭിഷേകം പകരണമേ. ആത്മാവേ ആത്മാവേ ഞങ്ങളിൽ നിറയണമേ. ആത്മാവേ ആത്മാവേ ഞങ്ങളിൽ നിറയണമേ. ആത്മാവേ ആത്മാവേ ഞങ്ങളിൽ നിറയണമേ. ആത്മാവേ ആത്മാവേ ഞങ്ങളിൽ നിറയ. ഇരു കരങ്ങളും ഉയർത്തി വിളിക്കട്ടെ. പരിശുദ്ധാത്മാവേ ആത്മാവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവേ, പരിശുദ്ധാത്മാവേ, mighty anointing holy spirit. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. എല്ലാ തരങ്ങളും സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കൃപ നിറയട്ടെ കൃപ നിറയട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അഭിഷേകം വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശിവേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ശ്ലീഹരിൽ ശക്തിയായി നിറഞ്ഞതുപോൽ ഉണർവിൻ വരമിന്നേകണമേ. ശ്ലീഹരിൽ ശക്തിയായി നിറഞ്ഞതുപോൽ ഉണർവിൻ വരമിന്നേകണമേ. അനുഗ്രഹമായി നിറയണമേ, ആത്മാഭിഷേകം പകരണമേ. അനുഗ്രഹമായി നിറയണമേ, ആത്മാഭിഷേകം പകരണമേ. ആത്മാവേ ആത്മാവേ മക്കളിൽ നിറയണമേ. ആത്മാവേ ആത്മാവേ ഞങ്ങളിൽ നിറയ. ഇരു കരങ്ങളും ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു 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 ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.
ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിക്കട്ടെ 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 സ്തുതിക്കട്ടെ. എല്ലാ അധരങ്ങളും സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ. അഭിഷേകം വ്യാപരിക്കുന്ന സമയം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആത്മാവിന്റെ അഭിഷേകം വ്യാപരിക്കുന്ന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അനോയിന്റിംഗ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആത്മാവേ ആത്മാവേ ഞങ്ങളിൽ നിറയണമേ. ആത്മാവേ ആത്മാവേ ഞങ്ങളിൽ നിറയണമേ. നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്. പിതാവിന്റെ വാഗ്ദാനത്തിനായി കാത്തിരിക്കും. ഏറെ താമസിയാതെ നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ സ്നാനമേൽക്കും. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയായിലും സമറിയായിലും ലോകത്തിന്റെ അതിർത്തികൾ വരെ നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും. ഈശോ ഉദ്ധിതനായതിനു ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് അരുളി ചെയ്ത വചനങ്ങൾ അവരത് ശിരസ വഹിക്കുകയാണ്, അവരേറ്റെടുക്കുകയാണ്. പരിശുദ്ധ കന്യകാമറിയം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവളാണ്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കുമെന്ന് ഗബ്രിയേൽ ദൂതൻ പറഞ്ഞപ്പോ, ഇതാ കർത്താവിന്റെ ദാസി നിന്നെ തിരുഹിതം പോലെ എന്റെ ജീവിതത്തിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവിൽ അമ്മ അപ്പോസ്തലന്മാരെയും ശിഷ്യഗണങ്ങളെയും ഒരുമിച്ച് മർക്കോസിന്റെ മാളിക മുകളിൽ ഒരുമിച്ച് കൂട്ടി. 120ഓളം പേർ ഒരുമിച്ച് കൂടി. അവർ നിരന്തരം പ്രാർത്ഥിച്ചപ്പോൾ ആത്മാവിന്റെ അഭിഷേകം, കർത്താവിന്റെ വാഗ്ദാനം പെന്തക്കോസ്താ ദിനം സമാഗതമായപ്പോ, പെസഹായുടെ 50-ാം ദിവസം പെന്തക്കോസ്താ ദിനം സമാഗതമായപ്പോ, ഉത്ഥാനത്തിന്റെ ശേഷം കർത്താവ് ഉത്ഥാനം ചെയ്ത് 10-ാം ദിവസം 10 ദിനങ്ങൾ അവർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആത്മാവ് അഗ്നിയായി അവരുടെ മേലിറങ്ങി, അഭിഷേകമായി ഇറങ്ങി. അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങളിൽ നമ്മൾ കാണുന്നത് അതാണ് പെന്തക്കോസ്തായിൽ അവർ അനുഭവിച്ചത്. അത് അവരുടെ ജീവിതങ്ങളിൽ വലിയൊരു അഭിഷേകമായി. ആ അഭിഷേകമാണ് ഈ രാത്രി നമ്മൾ ആഗ്രഹിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ മാമോദീസായിലൂടെ കിട്ടിയ നമ്മൾ ആത്മാവിനെ നിർവീര്യമാക്കിയ ജീവിതാവസ്ഥകളെ കുറിച്ച് ദിവസങ്ങളിൽ ധ്യാനിച്ചു. ആ മേഖലകളിൽ വിടുതലായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചു. കുമ്പസാരിക്കാൻ തീരുമാനമെടുത്തു. കുമ്പസാരിച്ചു ചിലരൊക്കെ. ഇനിയും ഏതെങ്കിലും മേഖല, പ്രത്യേകിച്ച് വെറുപ്പിന്റെ ഒക്കെ മേഖലകൾ ഉണ്ടെങ്കിൽ അവയൊക്കെ കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞ് രമ്യതപ്പെടാൻ തീരുമാനമെടുത്തു കഴിഞ്ഞ ജീവിതങ്ങളെ കർത്താവ് ഈ രാത്രി അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മുടെ മേൽ പ്രാവിന്റെ രൂപത്തിൽ യേശുവിന്റെ മേൽ ഇറങ്ങി വന്ന ദൈവം, ഇവനെന്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ സംപ്രീതനായിരിക്കുന്നു എന്ന് അരുളി ചെയ്ത ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ നിമിഷങ്ങളിൽ നമ്മുടെ മേൽ ഇറങ്ങട്ടെ. സ്വർഗം നമ്മളെ കുറിച്ചും സന്തോഷിക്കുന്ന നിമിഷങ്ങൾ. നമ്മൾ തിരിച്ചു വരുമ്പോൾ പാപിയുടെ മാനസാന്തരം ആഗ്രഹിക്കുന്ന ഒരു ദൈവം, ഞാൻ നീതിമാന്മാരെ തേടിയല്ല പാപികളെ തേടിയാണെന്ന് വന്നത് എന്ന് പറഞ്ഞ തമ്പുരാൻ കർത്താവ് ഇതാ ദൂർത്തുപുത്രനിലെ പിതാവിനെ പോലെ നമ്മളെ കാത്തിരിക്കുന്നു, നമ്മളെ സ്വീകരിക്കാൻ. നമ്മൾ വരുന്നത് കാണുമ്പോൾ ഓടി വരുന്ന പിതാവ്, ആശ്ലേഷിക്കുന്ന ദൈവം, നമ്മളിലെ പാപങ്ങൾ നോക്കുന്നില്ല, പുത്രനെന്നും പുത്രി എന്നും കണ്ട് നമ്മളെ കെട്ടിപ്പിടിക്കുന്ന നമ്മുടെ പിതാവിന്റെ സ്നേഹം. അതാണ് യേശു ക്രിസ്തുവിന്റെ സ്നേഹം. എന്നിട്ടോ നമ്മളെ കുളിപ്പിച്ച് വൃത്തിയാക്കി അവന്റെ രക്തം കൊണ്ട് അവൻ നമ്മളെ കഴുകി, അവൻ നമ്മളെ ശുദ്ധിയുള്ളവരാക്കി മാറ്റി. അവൻ നമുക്ക് വിരുന്നൊരുക്കി നമ്മളെ അനുഗ്രഹിച്ച് നമ്മളെ നല്ല വസ്ത്രങ്ങൾ ധരിപ്പിക്കുന്നു. ആത്മാവിന്റെ അഭിഷേകം കൊണ്ട് നമ്മളെ നിറയ്ക്കുന്ന നിമിഷം. ഈ അഭിഷേകത്തിലേക്ക് ദൈവം നമ്മളെ വിളിക്കുമ്പോ പരിശുദ്ധാത്മാവിന് വേണ്ടി നമുക്ക് ദാഹിച്ച് പ്രാർത്ഥിക്കണ്ടേ മക്കളെ? ആത്മാവും നിറയണ്ടേ? ആത്മാവിന്റെ പ്രവർത്തനം നിരന്തരം എല്ലാ ദിവസവും ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് നമ്മൾ ആദ്യ ക്ലാസ്സുകളിൽ കണ്ടതാ. അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട്, ഒരു പുത്തൻ പെന്തക്കോസ്താ അനുഭവത്തിലേക്ക് എന്നെ നയിക്കണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പാടാം. പെന്തക്കോസ്തായുടെ അഭിഷേകം
മുട്ടോളം പോരാ, അരയോളം പോരാ. നമുക്ക് നീന്തി തുടിക്കണം. നദിയോടെ അനുഭവത്തിൽ, വലിയ തീഷ്ണതയുടെ അനുഭവത്തിൽ, നീന്തി തുടിക്കുന്ന ഒരു അനുഭവത്തിൽ നമ്മുടെ ജീവിതങ്ങൾ മാറാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് പാടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുനാഥന്റെ വാഗ്ദാനം, യേശുവിൽ നിന്ന് നമ്മളിലേക്ക് ആത്മാവ് ഒഴുകട്ടെ. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. യേശുവേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏലിയായിൽ നിറഞ്ഞ ആത്മാവേ, ഏലീശായിൽ നിറഞ്ഞ ആത്മാവേ, ശ്ലീഹന്മാരിൽ നിറഞ്ഞ ആത്മാവേ, ഞങ്ങളിലിപ്പോൾ നിറയണമേ, ഞങ്ങളിലിപ്പോൾ നിറയണമേ. റൂഹായേ വരേണമേ, അഭിഷേകം ചെയ്യണമേ. റൂഹായേ വരേണമേ, അഭിഷേകം ചെയ്യണമേ. റൂഹായേ വരേണമേ, അഭിഷേകം ചെയ്യണമേ. തീജ്വാലയായി റൂഹായേ വരേണമേ, തീജ്വാലയായി റൂഹായേ വരേണമേ. ആത്മാവിൽ നിറയണമേ, അഭിഷേകം ചെയ്യണമേ. ആത്മാവിൽ നിറയണമേ, അഭിഷേകം ചെയ്യണമേ. റൂഹായേ വരേണമേ, അഭിഷേകം ചെയ്യണമേ. റൂഹായേ വരേണമേ, അഭിഷേകം ചെയ്യണ. കരങ്ങളെല്ലാം ഉയർത്തി സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവേ, പരിശുദ്ധാത്മാവേ, സഹായകനേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയ, കൃപകൾ കൊണ്ട് നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. റൂഹായേ വരേണമേ, അഭിഷേകം ചെയ്യണമേ. റൂഹായേ വരേണമേ, അഭിഷേകം ചെയ്യണം. ഇരു കരങ്ങളും ഉയർത്തി വിളിക്കട്ടെ. ഈശോയേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. റൂഹായേ വരേണമേ, അഭിഷേകം ചെയ്യണമേ. റൂഹായേ വരേണമേ, അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കെന്നും അർഹമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക്
നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരു പുത്തൻ പെന്തക്കോസ്താനുഭവം നൽകി രാത്രി ഞങ്ങളെ അനുഗ്രഹിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇനിയുള്ള എല്ലാ ശുശ്രൂഷകളും പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുന്നു. പരിശുദ്ധാത്മകരങ്ങളിലേക്ക് നമ്മൾ കൊടുക്കുന്നു. ദൈവത്തിന്റെ ഹിതം മാത്രം നിറവേറട്ടെ. യേശുനാഥന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയണം. ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരണം. ദൈവവചനം പ്രഘോഷിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നിറയും. ദൈവത്തിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയും. അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ നിറയും. ഉന്നതമായ കൃപ, പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കണം. അഭിഷേകമുള്ള ജീവിതങ്ങൾക്ക് കർത്താവ് വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും ഒക്കെ നൽകും. ഫലങ്ങളിൽ നിന്നാണ് വൃക്ഷത്തെ തിരിച്ചറിയുക. നമ്മൾ ഇന്നലെ വചനത്തിൽ കണ്ടതാണ്. പരിശുദ്ധാത്മ ഫലങ്ങളുള്ളവരായിട്ട് നമുക്ക് മാറണം. വരങ്ങൾ ഉണ്ടാകണം. വരങ്ങൾ സഭയെ കെട്ടിപ്പടുക്കാൻ, മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ് പരിശുദ്ധാത്മാവിന്റെ വരങ്ങള്. വിശ്വാസത്തിന്റെ വരം, രോഗശാന്തി വരം, അത്ഭുത പ്രവർത്തന വരം, പിശാചുകളെ ബഹിഷ്കരിക്കാനുള്ള വരം, ഭാഷാവരം, പ്രവചനവരം, ദർശനവരം, വചനപ്രഘോഷണവരം, വ്യാഖ്യാനവരം, വിവേചനാവരം, സേവനത്തിനുള്ള വരം, ശുശ്രൂഷാവരം, എല്ലാം പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നു. വിവിധങ്ങളായ ഉത്തരവാദിത്തങ്ങൾ ദൈവം അനാദിയിലെ ലോക സ്ഥാപനത്തിന് മുമ്പേ നമുക്കായി ഒരുക്കിയിരിക്കുന്ന എല്ലാ അഭിഷേകവും നമ്മുടെ ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ട് ഈ ലോകത്ത് നമുക്ക് ജീവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി സ്വർഗത്തിന്റെ അവകാശിയായി മാറണം. അതാണ് നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി. അതിനായിട്ട് നമ്മളെ വിട്ടുകൊടുക്കാം. അഭിഷേകം ചെയ്യണമേ കർത്താവേ. ഞങ്ങൾക്കൊക്കെ അങ്ങ് തന്ന കൃപകൾക്കായിട്ട് നന്ദി. അങ്ങ് തരുന്ന അഭിഷേകത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ആത്മാവിന്റെ ഇരട്ടി പങ്ക് തരണമേ. ഏലിയായിൽ നിന്ന് ഏലീശായിലേക്ക് പകർന്ന ആത്മാവിന്റെ ഇരട്ടി പങ്ക് ഞങ്ങൾക്ക് തരണമേ കർത്താവേ. അനുഗ്രഹമായിട്ട് മാറട്ടെ, കൃപയായിട്ട് മാറട്ടെ. ഉന്നതമായ ഒരു അഭിഷേകം കൊടുങ്കാറ്റായി ആഞ്ഞു വീശട്ടെ, ഞങ്ങളുടെ മേൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അഗ്നിനാവുകൾ ഞങ്ങളുടെ മേൽ വന്ന് നിൽക്കട്ടെ കർത്താവേ. ശിഷ്യന്മാരും അപ്പോസ്തലന്മാരും അനുഭവിച്ച തീയുടെ അനുഭവം ഉണ്ടല്ലോ. പരിശുദ്ധാത്മാവാകുന്ന തീ ഞങ്ങളുടെ മേൽ ഇറങ്ങാൻ ആഗ്രഹിച്ചു എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ ആത്മാവേ, ശക്തിപ്പെടുത്തണമേ കർത്താവേ, ബലപ്പെടുത്തണമേ. ആഗ്രഹിച്ച് എല്ലാവരും ഒന്ന് സ്തുതിച്ച് പരിശുദ്ധാത്മാവിനെ വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ ഉറക്കെ വിളിക്കുന്നു. എല്ലാവരും വിളിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ. ആത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, വന്നു നിറയണമേ, വന്നു നിറയണമേ, വന്നു നിറയണമേ, വന്നു നിറയണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വെള്ളത്തിന്മേൽ ചലിച്ചു നിന്നൊരു ശക്തി, പ്രവാചകന്മാരിൽ നിറഞ്ഞൊരു ശക്തി. വെള്ളത്തിന്മേൽ ചലിച്ചു നിന്നൊരു ശക്തി, പ്രവാചകന്മാരിൽ നിറഞ്ഞൊരു ശക്തി. മാതാവിൽ വന്നു നിറഞ്ഞൊരു ശക്തി, ദാസരിലും വന്നിറങ്ങട്ടെ. മാതാവിൽ വന്നു നിറഞ്ഞൊരു ശക്തി, ദാസരിലും വന്നിറങ്ങട്ടെ. റൂഹായാം ആത്മാവേ പറന്നിറങ്ങണമേ, അഭിഷേക കാറ്റായി ദാസരിൽ നിറയണമേ. റൂഹായാം ആത്മാവേ പറന്നിറങ്ങണമേ,
അഭിഷേക കാറ്റായി ദാസരിൽ നിറയണമേ. റൂഹായാം ആത്മാവേ പറന്നിറങ്ങണമേ. അഭിഷേക കാറ്റായി ദാസരിൽ നിറയണമേ. സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ആത്മാവേ പരിശുദ്ധാത്മാവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. റൂഹ 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 റൂഹ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. എല്ലാ ദൈവമക്കളും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. അഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കൊണ്ട് നിറയട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. റൂഹായാം ആത്മാവേ പറന്നിറങ്ങണമേ. അഭിഷേക കാറ്റായി ദാസരിൽ നിറയണമേ. റൂഹായാം ആത്മാവേ പറന്നിറങ്ങണമേ. അഭിഷേക കാറ്റായി ദാസരിൽ നിറയണമേ. സ്തുതിക്കുന്നു. ഹല്ലേലൂയ യേശുവേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധിക്കുന്നു ആരാധിക്കുന്നു ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ജീവന്റെ ആത്മാവേ, ശക്തിപ്പെടുത്തുന്ന ആത്മാവേ, ബലത്തിന്റെ ആത്മാവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. റൂഹായാം ആത്മാവേ പറന്നിറങ്ങണമേ. അഭിഷേക കാറ്റായി ദാസരിൽ നിറയണമേ. റൂഹായാം ആത്മാവേ പറന്നിറങ്ങണമേ. അഭിഷേക കാറ്റായി ദാസരിൽ നിറയണമേ. നന്ദി സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ.